അങ്ങനെ വിട്ടാ പറ്റില്ല. വിളി വിളി. ജോസുട്ടിയേ, ജോസുട്ടിയേ, ജോസുട്ടി വാടോ. ആ വന്നോ? അതേ ഓന വഴി എവിടെയെങ്കിലും കണ്ട? എന്റെ വണ്ടി കണ്ട? എവിടെ കാണാൻ? എന്തൊരു കൊലച്ചതിയാണെന്ന് കരുതി. എന്താ ഉണ്ടായത്? പരിക്ക ഞാനൊരു വണ്ടി മറിച്ച് വെക്കാൻ വേണ്ടിട്ട് 2 ദിവസമായിട്ട് കൊണ്ടു നടക്കണില്ലേ. ഇന്നലെ ഞാൻ വാട്ടർ സർവീസും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പൂട്ടിയതാണ്. പൂട്ടി രാത്രി ചോറ് നിന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ നോക്കിയപ്പോ വെച്ചോടത്ത് വണ്ടി കാണാനില്ല. താക്കോലെന്നെ. ഇത് ആരോ എടുത്തോണ്ട് പോയൊക്കെയാണ്. ഇത് ഉറപ്പായിട്ട് എടുത്തോണ്ട് പോയതാണ്. എവിടെ ചെന്ന് അന്വേഷിക്കണ? അല്ല പോയത് പോയി, ഇനിയിപ്പോ അത് നോക്കിട്ട് കാര്യമില്ല. പോയത് പോയി. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ടുപോയി കൊടുത്ത് ഇന്ന് തന്നെ അവര് സാധനം പിടിച്ചു തരും. പോലീസ് സ്റ്റേഷനിലൊന്നും ഇപ്പൊ പരാതി കൊടുക്കല്ലേ? പിന്നെ അവിടെ പരാതി പറയാൻ ആവശ്യമില്ല. വാസുട്ടി ആ ഗോപാലൻ സാർ എന്നെ വിളിച്ചു പറഞ്ഞതേ, നമ്മുടെ ഈ ഗേറ്റിന്റെ അപ്പുറത്തോട്ട് ആ പോസ്റ്റില്ലേ, ടെലിഫോൺ പോസ്റ്റ്, അതുമാ CCTV ക്യാമറ വെച്ചിട്ടുണ്ട് പോലീസുകാരുടെ. അത് അവർ ഓൺ ചെയ്താല് ആന്ന് ക്യാമറ ഉണ്ട് നമ്മുടെ ഈ വഴിയിൽ തന്നെ, ആ ഗേറ്റിന്റെ ഫ്രണ്ടില്. ആണോ? പോലീസിന്റെ ക്യാമറ ഇപ്പൊ ഉണ്ട്. ആരാണ് രാത്രി തള്ളിക്കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ക്യാമറയും അല്ലാണ്ട് പോലീസും ഒന്നും അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പൊ നമുക്ക് വേറെ എന്തിനാന്ന് അവിടെ ചെന്നൊരു പരാതി കൊടുത്ത? ഒന്നും വേണ്ട. ഇപ്പാണ് തുടങ്ങാത്ത തെരച്ചില്. വൈകുന്നേരം വരെ വെയിൽ ആർന്ന ഇവിടെ വരെ തരിക. അതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടും, ഉറപ്പാണ്. അവനവന്റെ മുതൽ പോകുമ്പോഴേ വേദന ഉണ്ടാവുള്ളേ. ഞങ്ങൾക്ക് എന്താ വേദന? 1.5 ലക്ഷം രൂപയുടെ മുതലാണത്. തരയാദ്യം. ഇപ്പൊ മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട്. ഒന്നാണ് നടക്കട്ടെ. വെയിലിങ്ങനെ കൊണ്ട് ഇങ്ങനെ ചീറി ഇളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴേ അപ്പ പിടിയേ ആ പാക കിടന്ന് തരയിട്ടാവട്ടോ. ഓൻ തരയട്ടെ. അല്ലാതെ അല്ല, വേറൊരു കാര്യം, നമ്മളിപ്പോ ബൈക്ക് തരാൻ ഇറങ്ങിക്കല്ലേ, ഓനെങ്ങാനും തെരഞ്ഞു വന്നിട്ട് അവസാനം ഇവിടെ മൂടി വെച്ചേക്കണാട്ടാ കണ്ടാ കുടുങ്ങി. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുന്ന് മാറ്റണോ? എവിടേക്ക് മാറ്റുന്നു? എവിടേക്കെങ്കിലും മാറ്റാം. ഇവിടെ നമുക്ക് ഇവിടുന്ന് മാറ്റിട്ടേ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് വെക്കാം. ആ അടുക്കളുടെ പിന്നെ കൊണ്ടുപോയേക്കാം. അതൊക്കെ മാറ്റിക്കോ. ആലോചിക്കണ്ട. ബൈക്ക് എവിടെ? ഒന്നിങ്ങട് വാങ്ങ്. എന്താണെന്ന് വരാൻ പറഞ്ഞ വന്നോണ്ടിരിക്കല്ലേ? എന്താടി? അല്ല വാസുട്ടേ, ഇതിപ്പോ ആരാ? എന്താണ്? അതെ, ഞങ്ങള് ജോസുട്ടെ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചല്ലോ ഒന്നല്ലേ? വെച്ചല്ലോ. അപ്പൊ അത് എവിടെയാണ്? അതെവിടെയാണെന്നോ? നിങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കരുത്. ഇവിടെ വെച്ച ബൈക്ക് നിങ്ങൾ എങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ തലയിൽ ചുമന്നോണ്ട് നടക്കല്ലേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തായ? മര്യാദക്ക് സത്യം പറഞ്ഞു. ബൈക്ക് എവിടെയാണ്? ബൈക്ക് എന്നോടായിരിക്കും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച്. സംഗതി ഏപ്രിൽ ഫൂളൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത് പറ്റിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ സത്യം പറയണോ? അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടില്ലേ? ഇപ്പൊ ബൈക്ക് എവിടെ? അതെ, ആണുങ്ങള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ നോക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തല്ലേ? അമ്പോ, നിങ്ങളിവിടെ മോഷിച്ചോണ്ടുവന്ന ബൈക്ക് നോക്കലല്ലേ ഞങ്ങളെ പണി? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, ഈ ഏപ്രിൽ ഫുൾ ആവശ്യമില്ലാത്ത തമാശ കളിയൊന്നും വേണ്ട. അതിന് പറ്റിയ പ്രായമാണല്ലോ നിങ്ങൾക്ക്. പിന്നെ വയസ്സാം കാലത്ത് ഓരോ കോമഡി കാണിച്ചു കൂട്ടണേ. ഇതിപ്പോ പോയിട്ടുണ്ടെങ്കിൽ ഓൻ വല്ല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്താൽ ഞാൻ കുടുങ്ങി. പരിയക്കുട്ടി മാത്രമൊന്നല്ല, നിങ്ങളും കുടുങ്ങും. രണ്ടാളും കൂടെ ഒപ്പിച്ചത്. ഓത് തെരഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിൽക്കാണ്. അത് തടഞ്ഞിട്ടപ്പ ഞങ്ങള് പറഞ്ഞായി. പരാതി കൊടുത്താൽ നിങ്ങൾ ജയിലിൽ പോണ്ടി വരില്ലേ? നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞ, എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെടും. ഇവിടെ വേറെ ആരെങ്കിലും വന്നോ? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു ബൈക്ക് കള്ളന്റെ ഭാര്യയാണെന്നും പറയാൻ എനിക്ക് നാണക്കേട് തന്നെയാണ്. എനിക്ക് നാണക്കേട് നോക്കലല്ലേ. അതെ, കാര്യണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? റസീയുടെ അടുത്ത് തൽക്കാലം നീ ആ വളയെന്ന് വാങ്ങിക്കും. എന്നിട്ട് ആ വള ജോസൂട്ടിയെ കാണിച്ചിട്ട് തൽക്കാലം ഒരു പുതിയ ബൈക്ക് വാങ്ങാന്നൊക്കെ അവനോട് എന്തെങ്കിലും പറഞ്ഞ് ലോണൊക്കെ നമ്മൾ അടച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാം. അതായാലും വലിയ ഇടങ്ങറാവൂലേ? എന്തടങ്ങറ്? ഓൾഡല്ലേ വള. ഓൾഡ് വള. എന്താണ് പുതിയ പ്ലാനിങ്? എന്താണ്? പ്ലാനിങ് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്.